ടിനി ടോമിനെതിരായ പരാതിയിൽ അൻസിബ ഇന്ന് മൊഴി കൊടുക്കാൻ എത്തില്ല. സിനിമാ പ്രമോഷനുമായി ബന്ധപ്പെട്ട തിരക്കിലാണെന്നാണ് വിശദീകരണം. മറ്റൊരു ദിവസം എത്താമെന്ന് അൻസിബ അന്വേഷണ സംഘത്തെ അറിയിച്ചു. അമ്മ അന്വേഷണ സമിതിക്ക് മുന്നിലും അൻസിബ ഹാജരായില്ല. സഹിൻ ആന്റണി ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, വലിയ ഗുരുതരമായ പരാതിയാണ് ഉയർത്തിയിരുന്നത്. ഇപ്പോൾ അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ അൻസിബ തൽക്കാലം ഹാജരാകാൻ ആവില്ല എന്നാണോ അറിയിച്ചിരിക്കുന്നത്? ഹർഷൻ, അതായത് അവർക്ക് സിനിമയുടെ പ്രൊമോഷനുണ്ട്, അതുകൊണ്ട് ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. നാളെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമോ ഹാജരാകാമെന്നുള്ളതാണ് ഇവർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. നടൻ ടിനി ടോമിനെതിരായി ഇവർ ഉന്നയിച്ചത് ഗുരുതരമായ പരാതി തന്നെയായിരുന്നു. തന്നെ വർഗീയവാദിയാക്കാൻ ടിനി ടോം ശ്രമം നടത്തി, കൂടാതെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ടിനി ടോം അപവാദ പ്രചരണങ്ങൾ നടത്തിയെന്നുള്ള പരാതിയായിരുന്നു. ഈ പരാതിയിലായിരുന്നു DGPയുടെ നിർദ്ദേശപ്രകാരം കടവന്ത്ര പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യപടി എന്ന വണ്ണമാണ് അൻസിബയുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അൻസിബ മൊഴി നൽകാൻ എത്തില്ല എന്നാണ് മനസ്സിലാവുന്നത്. കൂടാതെ അമ്മ, താരസംഘടനയായ അമ്മ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഇതിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. നടി ശ്വേതാ മേനോൻ അടക്കം, അതായത് അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കമുള്ള 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ശ്വേതാ മേനോൻ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ താൻ പരാതി പറയാൻ എത്തുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണ സമിതിക്ക് മുന്നിൽ എത്തുന്നില്ല എന്നാണ് അൻസിബ പറയുന്നത്. കാരണം ശ്വേതാ മേനോൻ കൂടി ഒരു ആരോപണ വിധേയാണ്. അതുകൊണ്ട് തന്നെ അവരുൾപ്പെട്ട ഒരു സമിതിക്ക് മുന്നിൽ തനിക്ക് പരാതിയോ അല്ലെങ്കിൽ തെളിവുകളോ ഹാജരാക്കാൻ മനസ്സില്ല എന്നുള്ളൊരു നിലപാടിലാണ് അൻസിബ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹർഷൻ, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.